വീട്ടിലുള്ളവർ പലരും മരിച്ച് ഖബറിലാണ്. അല്ലാഹുവേ അവരെ ഖബറുകളൊക്കെ സന്തോഷമാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ? ഞാനുണ്ടാകുമോ? നിങ്ങളുണ്ടാകുമോ? ഒരാൾക്കും പറയാൻ സാധ്യമല്ലല്ലോ. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. മരണം നമ്മുടെ കൂടെയുണ്ട് മക്കളെ. ഞാനിപ്പോൾ മരിക്കില്ല, എനിക്കൊരു 20 വയസ്സേ ആയിട്ടുള്ളൂ, 15 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് ചിന്തിച്ച് ആരും കളിക്കണ്ട. നിലം വിട്ട് പറക്കണ്ട, നിലം വിട്ട് കളിക്കണ്ട. അല്ലാഹനെ മറക്കണ്ട, അതേ നിയമങ്ങളെ മറക്കണ്ട. ആരെയും പേടിക്കാതെ, ആരെയും അംഗീകരിക്കാതെ താൻ തോന്നിയായി ജീവിച്ചിട്ട് സമയം നഷ്ടപ്പെടുത്തണ്ട. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോര കട്ട, പിന്നെ നീ കാട്ടം ചുമന്നൊരു കൊട്ട. പകൽ കണ്ണടച്ചാൽ ഇരുളാമ പൊട്ട, പന്തം പിടിച്ചാൽ ഫജ്റാബ പൊട്ട. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോര കട്ട, നീ ഒരു തുള്ളി ചോര കട്ടയായിരുന്നു. പിന്നെ കാട്ടം ചുമന്നൊരു കൊട്ട, പിന്നെ കാട്ടം ചുമന്നൊരു കൊട്ടയാണ്. ശുചായി മൊയ്ത് മുസ്ലിയാർ എഴുതിയില്ലേ? നീ എന്തൊക്കെ കളിച്ചാലോ, നീ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലോ, നീ എന്തൊക്കെ ആരധിക്കരിച്ചാലോ, അവസാനം നമ്മുടെ മുന്നിലേക്ക് വരും. വൈലൈഹി തുർജഊൻ. അവസാനം നമ്മളിലേക്കാണ് വരിക, അവസാനം നമ്മളിലേക്കാണ് എത്തുക, അവസാനം നമ്മളെ കയ്യിലാണ് നീ വെത്തുക എന്ന് റബ്ബ് പറഞ്ഞെങ്കിൽ, ഓ മുഅ്മിനേ, ഓ മുസ്ലിമേ, വിശ്വാസികളെ, നിലം വിട്ട് പറക്കണ്ട, നിലം വിട്ട് കളിക്കണ്ട. ആർഭാടത്തിലും അഹങ്കാരത്തിലും അതേ മതി മറന്നിട്ട് പാവപ്പെട്ടവനെ ചവിട്ടി തേക്കണ്ട. പാവപ്പെട്ടവന് അതാ ഒരു വിലയുമില്ലാതെ മൈൻഡ് ചെയ്യാതെ നീയാണ് എല്ലാം എന്ന് ചിന്തിച്ച് നടക്കണ്ട. പാവപ്പെട്ടവന്റെ അവകാശമുണ്ട്, അത് കൊടുത്തേ പറ്റൂ, അവരെ സഹായിച്ചേ പറ്റൂ. എന്നാൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. ഉള്ളതിൽ നിന്ന് വല്ലതും കൊടുക്കണം. അത് കൊടുക്കുമ്പോഴാണ് നിനക്ക് ബറക്കത്ത്, അത് കൊടുക്കുമ്പോഴാണ് നിനക്ക് സന്തോഷം. നിന്റെ കുടുംബത്തിലുണ്ടോ? ആ കുടുംബത്തെ മറക്കണ്ട. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്വന്തം അനുജനോ, സ്വന്തം ചേട്ടനോ, സ്വന്തം പെങ്ങളോ, സ്വന്തം പെങ്ങന്മാരെ മക്കളോ കഷ്ടപ്പെട്ട് നരകയാതനയില്ലതാ ജീവിക്കുമ്പോ നീ സുഖലോലുപനായി പണക്കാരനായി പട്ടുമെത്തയിൽ പരിരസിച്ച് സുഖിച്ച് പൂജിച്ച് ജീവിക്കുമ്പോ നിന്റെ പേരിനും പ്രശസ്തിക്കും, നിന്റെ അതാ പവറിനും പത്രാസിനും നീ പേര് കിട്ടാൻ വേണ്ടി പല സ്ഥലത്തും പോയിട്ട് 10,000 എറിയുമ്പോ കൊടുക്കുമ്പോ പാവപ്പെട്ട നിന്റെ കുടുംബത്തിലുള്ള പെങ്ങളോ പെങ്ങളെ മക്കളോ ചിന്തിക്കുന്നു, ആയി കാക്ക എന്തേ ഞങ്ങൾക്കൊരു കിലോ അരി വാങ്ങി തന്നില്ല, ഒരു നേരത്തെ മരുന്ന് വാങ്ങി തന്നില്ല എന്ന് ചിന്തിച്ചു പോയാൽ നാളെ റബ്ബിന്റെ കോർട്ടില് നിന്നെ ഹാജരാക്കും, അവരെയും ഹാജരാക്കും, എന്നെയും ഹാജരാക്കും, എല്ലാവരെയും ഹാജരാക്കും. എന്നിട്ടതാ റബ്ബ് ചോദിക്കുകയാണ്, നീ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, വർഷത്തിൽ 2ഉം 3ഉം ഉംറ നീ ചെയ്തിട്ടുണ്ട്, അല്ലേ ഒക്കെ നല്ലത് തന്നെ. എന്നാലോ ഞാൻ സുഖമില്ലാതെ കടന്നപ്പോ നീ എന്നെ മറന്നുപോ. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ് റബ്ബിനോട്, നീ പടച്ചവനല്ലേ, നീക്കെങ്ങനെ സുഖമില്ലാതാകും? അപ്പൊ പടച്ചവന്റെ മറുപടി, ഓ മനുഷ്യ, ഞാനല്ല എന്റെ പാവപ്പെട്ടൊരടിമ, നിന്റെ കുടുംബത്തിലുള്ള ഒരടിമ സുഖമില്ലാതെ കടന്നപ്പോ നീ മറന്നുവല്ലേ? പിന്നെ പടച്ചവൻ ചോദിക്കുന്നു, ഞാൻ പട്ടിണി കടന്നപ്പോ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, നീ വലിയ വലിയ മുതലാളിമാരെ വിളിച്ച് ഭക്ഷണം കൊടുത്തു സൽക്കരിച്ചു. അല്ലാ
ചോദ്യം, പടച്ചവനെ നിനക്കെന്തിനാ ഭക്ഷണം, നീ പടച്ചവനല്ലേ? അപ്പൊ റബ്ബുൽ ഇസ്സത്തിന്റെ മറുപടി, ഓ മനുഷ്യ, എനിക്കല്ല ഭക്ഷണം, എന്റെ പാവപ്പെട്ടൊരടിമ പട്ടിണി കിടന്ന് നരകിച്ചപ്പോ നീ മറന്നുപോയി. ഇങ്ങനെ ഓരോന്നും എണ്ണി എണ്ണി ചോദിക്കുമ്പോ നിന്റെ ഉംറയ്ക്കും ഹജ്ജിനും എവിടെ സ്ഥാനം മോനെ? നിന്റെ ഇബാദത്തുകൾക്ക് എവിടെ സ്ഥാനം? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പറയട്ടെ, മുബാറക്കുൽ മുബാറക് തങ്ങള് പറഞ്ഞൊരു ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടതല്ലേ? അതേ മഹാനവറുകൾ ഹജ്ജിന് പോയി, ഹജ്ജെല്ലാം കഴിഞ്ഞ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, തവാഫ് ചെയ്ത് മത്താഫിൽ കടന്നുറങ്ങിയപ്പോ രണ്ട് മലക്കുകൾ വന്ന് ചോദിച്ചരങ്ങോ. ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിക്കുകയാണ്, ഈ വർഷം എത്ര ആള് ഹജ്ജിന് വന്നു? അപ്പോഴാ പറയുന്നത്, 5 ലക്ഷം ആളുകൾ ഹജ്ജിന് വന്നു. എത്ര ആളുകളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട്? ഒരാളുടെയും ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് മലക്കിന്റെ മറുപടി, പിന്നെയോ ഹജ്ജിന് വരാത്തൊരാൾ ഹജ്ജിന്റെ കാരണം കൊണ്ട് ഈ 5 ലക്ഷം ആളുകളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു പോയിട്ടുണ്ട്. അതാരാണ്? ഡമസ്കസിലുള്ള മുവഫഖ് എന്ന് പറയുന്ന ചെരുപ്പ് കുത്തിയാണ് അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങളെ നാട്ടിൽ വന്നിട്ട് അയാളെ തെരഞ്ഞു പിടിച്ചു. അയാളോട് ചോദിച്ചു, ആ നാട്ടിൽ വന്ന് ചോദിച്ചു, ഇയാൾ എവിടെയാണ്? ആർക്കും അറിയില്ല. ഒരു മലഞ്ചെരുവിൽ അതാ ടെന്റ് കെട്ടി ജീവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇയാളും ഇയാളെ ഭാര്യയും നിയമിക്കുകയാണ്. ഭാര്യ ഗർഭിണിയാണ്. ആ സമയത്ത് മുബാറക് തങ്ങൾ സലാം പറഞ്ഞു ചോദിച്ചു, അല്ലയോ, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് മുവഫഖാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ജീവിതത്തിൽ വല്ല നന്മയും ചെയ്തിട്ടുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞതെന്താ? ഓ മുഅ്മിനേ, മുസ്ലിമേ, കേൾക്കണോ? അവിടെ നിന്ന് പറഞ്ഞു, ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല. ഞാൻ ചെരുപ്പ് കുത്തി ജീവിക്കുന്ന ഒരാളാണ്. ഞാനതാ സ്വരൂപിച്ച് ഹജ്ജിന് പോകാൻ വേണ്ടി കുറച്ച് പൈസ സ്വരൂപിച്ച് വെച്ചു. പെട്ടെന്ന് അതാ എന്റെ ഭാര്യ ഗർഭിണിയായി. ആ ഗർഭിണിയായ ഭാര്യ അതാ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയുടെ വാസന വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പുറത്ത് പോയിട്ട് നിങ്ങൾ കുറച്ച് ഇറച്ചിക്കറി നിങ്ങൾ എനിക്ക് വാങ്ങിക്കൊണ്ട് തരുമോ? സുബ്ഹാനല്ലാഹ്. ഞാനതാ പാത്രവുമായി പോകുന്ന സമയത്ത് ആ വീട്ടിലേക്ക് ചെന്നപ്പോ ആ പെണ്ണ് പറയുന്നു, ഓ മനുഷ്യ, ഹലാലുൻ ലനാ വഹറാമുൻ അലൈക്കും, ഹലാലുൻ ലനാ വഹറാമുൻ അലൈക്കും. ഉമ്മത്തെ കേൾക്കണം, മുസ്ലിമേ കേൾക്കണം, ഉമ്മത്തെ ചിന്തിക്കണം, മുസ്ലിമേ ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്. അവിടെന്ന് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഹലാലാണ്, ഞങ്ങൾക്കിത് കഴിക്കൽ ഹറാമാണ്. ചോദിച്ചു, എന്താ പ്രശ്നം? അവിടെന്ന് പറയുന്നു, അല്ല 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 അല്ല, ഞാനും എൻ്റെ മക്കളും പതാ പട്ടിണി കിടന്നിട്ട് ദിവസങ്ങളായി. എൻ്റെ മക്കള് മരണത്തോട് മല്ലടിക്കുകയാണ്. ഇന്ന് എൻ്റെ മക്കൾക്ക് ജീവൻ നിലനിർത്താൻ വല്ലതും കൊടുത്തില്ലെങ്കിൽ എൻ്റെ മക്കള് മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഞാനതാ പുറത്തിറങ്ങി നടന്നപ്പോൾ ഒരു കഴുത ചത്ത് കിടക്കുന്നത് കണ്ടു. ആ കഴുതയുടെ ശരീരത്തിൽ നിന്ന് കുറച്ച് ഇറച്ചി കഷ്ണം മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുകയാണ്. ഈ വേവിക്കുന്ന കറിയുടെ അതേ വാസനയാണ് നിങ്ങളുടെ അതാ മൂക്കിൽ വന്നടിച്ചത്, നിങ്ങളുടെ ഭാര്യയുടെ മൂക്കിൽ വന്നടിച്ചത്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഹലാലാണ്, നിങ്ങൾക്ക് ഹറാമാണ്. ഞാൻ നേരെ വീട്ടിലേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്. വർഷത്തിൽ 2ഉം 3ഉം ഉംറ, അതേ വർഷത്തിൽ ഹജ്ജ്. ചിന്തിക്കോ മുഅ്മിനേ, ചിന്തിക്കോ മുസ്ലിമേ, പറയാതിരിക്കാൻ നിർവാഹമില്ല. അല്ലാ അല്ലാ. ആ സമയത്തതാ ഞാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ ഹജ്ജിന് പോകാൻ വേണ്ടി സ്വരൂപിച്ചു വെച്ച ദീനാർ അതേ അതെടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു, ഓ
പെണ്ണ്, ആ കറിയും ഭക്ഷണവും മാംസവും നിങ്ങളും മക്കളും കഴിക്കരുത്. ഞങ്ങൾക്ക് ഹറാമായതുപോലെ നിങ്ങൾക്കും ഹറാമാണ്. അതുകൊണ്ട് ഞാൻ ഹജ്ജിന് പോകാൻ വെച്ച പൈസയാണ് ഇത് കൊണ്ടുപോയി ചന്തയിൽ പോയി ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം, മക്കൾക്ക് കൊടുക്കണം. ഈ ഒരു നന്മയല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നും ചെയ്തില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഓ മുവഫഖ് തങ്ങളെ, ഓ മനുഷ്യ, നിങ്ങളുടെ ഈ പ്രവർത്തനം കാരണം നിങ്ങൾക്ക് ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് പോരാ. നിങ്ങൾ ഈ ഹജ്ജിന് വന്നില്ലെങ്കിലും നിങ്ങളുടെ ഈ പ്രവർത്തനം കാരണം 5 ലക്ഷം ആളുകളുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, പാവപ്പെട്ടവനെ സഹായിച്ചാൽ, ഇല്ലാത്തവന് കൊടുത്താൽ, ഉള്ളവന് കൊടുത്താലല്ല ഇല്ലാത്തവന് കൊടുത്താൽ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്നല്ലേ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാനതാ ഒരു 10 പാവപ്പെട്ടവനെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് അവരെ തേടി പിടിച്ച് അവരെ വീട്ടിൽ അരി വാങ്ങിയണോ, അവരെ വീട്ടിൽ മുളക് വാങ്ങിയണോ, മല്ലി വാങ്ങിയണോ, അവരെ വീട്ടിൽ പത്തിരിപ്പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഞാനും നിങ്ങളും ഇന്ന് മുതൽ തയ്യാറാകണം. ഇൻഷാ അല്ലാഹ്. ഇല്ലേ, നമ്മളെ കാര്യം കട്ട പുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കുടുംബത്തിലേക്ക് ഇറങ്ങുക, അയൽവക്കത്തേക്ക് നോക്കുക. അയൽവക്കത്തെ വീടുകളിൽ പാവപ്പെട്ടവരുണ്ടോ? അവന്റെ വീട്ടിൽ അരി വാങ്ങിയിട്ടുണ്ടോ? അവന്റെ വീട്ടിൽ മഞ്ഞളും മുളകും മല്ലിയും വാങ്ങി പഞ്ചസാരയും ഒക്കെ ഉണ്ടോ, റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? എങ്കിൽ നമ്മുടെ റമദാൻ അൽഹംദുലില്ലാഹ് സ്വീകാര്യോഗ്യമാണ്. അല്ലാഹു തആല ഈ ഭാഗത്ത് നമ്മളെ പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ CM മസ്ജിദിന്റെ കീഴിൽ അൽഹംദുലില്ലാഹ് വർഷം